സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസ പോസ്റ്റുകളും വെല്ലുവിളിയുമായി പോലീസിനെ വട്ടം കറക്കി അർജുനായങ്കിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. അർജുനായങ്കി കാറിൽ പാലിയേക്കര ടോൾ പ്ലാസ കടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ഉണ്ടെന്ന് അവകാശപ്പെട്ട് അർജുനായങ്കി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇവിടെ നിന്ന് അർജുന്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കേസ് നടത്തിപ്പിന് സഹായം അഭ്യർത്ഥിച്ച് QR കോഡ് ഉൾപ്പെടെ പോസ്റ്റും അർജുനായങ്കി പങ്കുവച്ചിരുന്നു. അർജുനായങ്കിയെ പിന്തുണച്ച് ആകാശ തില്ലങ്കേരിയും രംഗത്തെത്തി. ഇതുമായിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി നവമിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. നവമി, അർജുനായങ്കിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര മാസ് ഡയലോഗ്സ് ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനെയും സുഹൃത്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ അദ്ദേഹത്തെ പറ്റിയുള്ള എന്തെങ്കിലും സൂചന കിട്ടിയതായിട്ടുള്ള വാർത്തകളുണ്ടോ? ഗുഡ് മോർണിംഗ്. എന്തായാലും അർജുനായങ്കിയെ പിടികൂടിയേ കേരള പോലീസ് മുട്ടുമടക്കൂ എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയേറെ നിരീക്ഷണം തന്നെയാണ് അർജുനായങ്കിക്ക് നേരെ ഉള്ളത്. അർജുനായങ്കിയെ പിടികൂടാനായി പോലീസ് വല വീശിയിരിക്കുകയാണ്. അതിനിടയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മാസ് ഡയലോഗുകളും സിനിമാ ക്ലിപ്പുകളും ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് അർജുനായങ്കി അവസാന നിമിഷം വരെ. ഇപ്പോൾ മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നാണ് പുതിയൊരു പോസ്റ്റിന്റെ അവസാന വാചകമായി നിർത്തിവെക്കുന്നത്. ഈ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് ഞാനുള്ളതെന്ന് പറഞ്ഞാൽ റോഡിലിരുന്ന് കരയുന്ന ആ സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നു എന്ന ഒരു പരിഹാസ രൂപേണയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അർജുനായങ്കി ഇട്ടിരിക്കുന്നത്. കാരണം താൻ തൃശ്ശൂരുണ്ട്, വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് അവിടെ പാഞ്ഞെത്തി. പിന്നീട് അവിടെ നിന്ന് അർജുനായങ്കിയുടെ സഹോദരനെ സുഹൃത്തിനെ ഒക്കെ പിടികൂടിയപ്പോൾ അതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനമായി അർജുനായങ്കി കുറിച്ചിരിക്കുന്നത്. എന്തായാലും കേരള പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അർജുനായങ്കിയെ കണ്ടുകിട്ടിയാൽ വെടിവെക്കാൻ തന്നെയാണ്, മുട്ടിന് താഴെ വെടിവെക്കുക എന്ന് തന്നെയാണ്. ഒപ്പം ഈ അപകടകരമായിട്ടുള്ള രീതിയിലല്ലാതെ വാഹനം ചേസ് ചെയ്ത് അർജുനായങ്കിയെ പിടികൂടാനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി അർജുനായങ്കി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പോലീസിനെ വെല്ലുവിളിച്ചും കോതമംഗലം ഊന്നുങ്കൽ CA ഒക്കെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും അവരെ വധിക്കുമെന്ന തരത്തിലുള്ള പല പോസ്റ്റുകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അർജുനായങ്കിയെ പിടികൂടാനായിട്ട് കേരള പോലീസിന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ തുടക്കം ഈ മെയ് 6-നായിരുന്നു അർജുനായങ്കിയും സുഹൃത്തുക്കളും ഒക്കെ കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ വെച്ച് അവരെ ഒത്തുകൂടുകയും അവിടെ ഒരു കല്യാണത്തിന്റെ ഭാഗമായാണ് അർജുനായങ്കി അവിടെ എത്തിയത്. പക്ഷെ പോലീസ് അർജുനായങ്കിയെ പിടികൂടിയിരുന്നു. അർജുനായങ്കിക്ക് ഒപ്പമുണ്ടായിരുന്നത് മരട് അനീഷിന്റെ സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെ ഇത്തരത്തിലൊരു ഗൂഢാലോചന കുറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുകൂടൽ എന്ന വകുപ്പ് ചുമത്തിയായിരുന്നു അന്ന് അർജുനായങ്കിയെ സുഹൃത്തുക്കളെ പിടികൂടിയത്. ഏകദേശം 10ഓളം പേരുണ്ടായിരുന്നു. അത് 4 പേരെ വെറുതെ വിട്ടു. ബാക്കിയുള്ളവരെയാണ് പിന്നീട് ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് അർജുനായങ്കി പറയുന്നത്, അതിനുശേഷമാണ് അർജുനായങ്കി പോലീസിന് ഒരു ഭീഷണി സന്ദേശം കോതമംഗലം CAക്ക് ഭീഷണിയുമായി ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. ആ കുറിപ്പിൽ പറയുന്നത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ നിരപരാധിയാണ്. അതിൽ പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടത്തേണ്ട ആളുണ്ടായിരുന്നു, വിവാഹം നിശ്ചയിച്ച ആളുണ്ടായിരുന്നു, ഇവരുടെയൊക്കെ ജീവിതം തകർക്കുകയായിരുന്നു. ഇതൊരു കള്ളക്കേസായിരുന്നു എന്നാണ് അർജുനായങ്കി പറഞ്ഞത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഈ തന്നെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നായിരുന്നു അർജുനായങ്കി പറഞ്ഞത്. പെൻഷൻ പറ്റി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു ഭീഷണി കൂടിയായിരുന്നു അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് പിന്നാലെയാണ് അർജുനായങ്കിക്കെതിരെ ഊന്നുങ്കൽ പോലീസ് വീണ്ടും കേസെടുത്തത്. അത് പിന്നെ കോടതിയിലേക്ക് പോവുകയും കോടതിയിൽ അർജുനായങ്കി ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി പോലും ജാമ്യം നിഷേധിച്ചു. അർജുനായങ്കിയുടെ ഭീഷണിയെ നിസ്സാരമായി കാണാൻ പറ്റില്ല എന്നായിരുന്നു കോടതി അന്ന് നിരീക്ഷിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് അർജുനായങ്കി ഒളിവിൽ പോവുകയും പക്ഷെ ഒളിവിൽ നിന്നുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ഒരു തുറന്ന പോരാട്ടം നടത്തുകയും ചെയ്തു. അതിനിടയിൽ ഊന്നുങ്കൽ CAക്ക് ഒരു ഓഡിയോ സന്ദേശവും അയച്ചു. അതിൽ പറയുന്നത് തനിക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ അവർക്കെതിരെ ഒരു പോരാട്ടം നയിക്കും, അല്ലെങ്കിൽ അവരെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഓഡിയോ സന്ദേശവും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ തുടർച്ചയായി വരികയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് അർജുനായി
നായികയെ പിടികൂടുന്നതിന് വേണ്ടി കേരള പോലീസിന് കർശന നിർദ്ദേശം നൽകുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അർജുൻ നായികയെ പിടികൂടുന്നതിന് വേണ്ടി കേരള പോലീസ് ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ അർജുൻ നായികയെ പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലും അർജുൻ നായിക ഫേസ്ബുക്കിലൂടെ പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പല സിനിമയിലെ വീഡിയോ ക്ലിപ്പുകളും മാസ് ഡയലോഗും ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. അതിനിടയിലാണ് അർജുൻ നായികയുടെ സഹോദരനെയും ഒപ്പം തന്നെ ഒരു സുഹൃത്തിനെയും പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അർജുൻ നായികിനെ ഉടനെ തന്നെ പിടികൂടുമെന്നാണ് കേരള പോലീസ് അറിയിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും നവമിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.